തുടങ്ങാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സിനിമാ രംഗത്ത് അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു കമ്മിറ്റി നിയോഗിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. കമ്മിറ്റി എന്നത് ജുഡീഷ്യൽ കമ്മീഷൻ അല്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ നിയമസഭയിൽ വെക്കുകയും ശുപാർശയുടെ മേലെ സർക്കാർ ഉദ്ദേശിക്കുന്ന നടപടി എന്തെന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്യണമായിരുന്നു. കമ്മിറ്റിയാണ് എന്നുള്ളതുകൊണ്ട് നൽകിയ ശുപാർശകൾ പരിശോധിച്ച് നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്തമാണ് സർക്കാർ ഏറ്റെടുക്കാനുള്ളത്. ആ ഉത്തരവാദിത്തം സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ശുപാർശകൾ പ്രത്യേകമായി നൽകിയിട്ടില്ല എങ്കിലും അവരുദ്ദേശിച്ച 24 ശുപാർശകൾ മനസ്സിലാക്കി അക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സമീപനമാണ് ഇക്കാര്യത്തിൽ കേരളത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇൻ്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി സിനിമാ രംഗത്ത് രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയിൽ കേരളത്തിലാണ് ആരംഭിച്ചത്. സിനിമാ നയം രൂപീകരിക്കണമെന്ന കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്ത് ഷാജി എൻ കരുൺ ചെയർമാനായി ഒരു കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. സിനിമാ നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് തന്നെ സിനിമ കോൺക്ലേവ് നടത്തണമെന്ന് തീരുമാനിച്ചു. ചിലരിപ്പോൾ കോൺക്ലേവിനെതിരായി അത് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവരുമായി എല്ലാ മേഖലയുമായി ചർച്ച ചെയ്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള ആലോചനയും സർക്കാർ നടത്തിയിരിക്കുന്നു. ഒരു നിയമനിർമ്മാണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. വനിതകൾക്ക് സിനിമാ മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ നൽകണമെന്ന കമ്മീഷൻ്റെ ശുപാർശ കണക്കിലെടുത്ത് കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്ത് ഒരു സിനിമക്ക് 1.5 കോടി സഹായം നൽകുക എന്ന തീരുമാനം സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3 സിനിമകൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു സഹായം ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. സിനിമയിൽ സാങ്കേതിക വിദ്യ വേണ്ട മേഖലയിൽ സ്ത്രീകളെ കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയിൽ സ്ത്രീകൾക്കായി പ്രത്യേക പരിശീലനം നൽകുന്നതിന് വേണ്ടി പരിപാടി ആരംഭിച്ചു. വനിതകൾക്ക് പ്രത്യേക അവാർഡ് നൽകണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവാർഡ് നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം നാഞ്ചിയമ്മക്കും നവ സംവിധായിക എന്ന നിലയിൽ ശ്രുതി ശരണ്യക്കും അവാർഡുകൾ നൽകിയിട്ടുള്ളത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ശുപാർശ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ അത് പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഹേമ തന്നെ
2020 ഫെബ്രുവരി 19 കത്ത് നൽകിയിരുന്നു. അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ കത്ത് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിടേണ്ടതില്ല എന്ന് പറഞ്ഞത്. ഒരു മാധ്യമപ്രവർത്തകൻ 2020 തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ച് റിപ്പോർട്ടിൽ അവരാവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന് 2020 ഒക്ടോബർ 22 കമ്മീഷൻ ചെയർമാൻ വിൻസെൻ്റ് എം പോൾ ഉത്തരവ് ഇടുകയാണ് ചെയ്തത്. 2020 പുറപ്പെടുവിച്ച ആ ഉത്തരവിനെ ഓവർ റൂൾ ചെയ്താണ് വിവരാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ 2024 ജൂലൈ 7 സർക്കാരിന് നിർദ്ദേശം നൽകിയത്. വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യത ലംഘനമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിനായിരുന്നു കമ്മീഷൻ്റെ നിർദ്ദേശം. ഇതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്ന സന്ദർഭത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഉത്തരവ് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുകയും ചെയ്യുന്ന നില ഉണ്ടായത്. ആ സ്റ്റേ മാറ്റിയതിന് ശേഷമാണ് പുറത്തേക്ക് റിപ്പോർട്ട് നൽകിയത്. ഇതിൻ്റെ ഭാഗമായി ആ സന്ദർഭത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് നേരത്തെ വനിതാ കമ്മിറ്റിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടു. എന്നാൽ അത് രഹസ്യമാക്കണമെന്ന ഹേമയുടെ നിർദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് ആ കത്ത് കൂടിച്ചേർത്തുകൊണ്ടാണ് പോലീസിന് നൽകിയിരുന്നത്. പരസ്യപ്പെടുത്താനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാനോ പറ്റാത്ത സാഹചര്യം അതുകൊണ്ടാണ് ഉണ്ടായത്. രണ്ടാം ഘട്ടമായി അവ പരസ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ഇത് സംബന്ധിച്ച് നടപടിയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി ഒരു അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു. ഇതായിരുന്നു ഒരു പ്രധാനപ്പെട്ട സംശയമായിട്ട് വന്നിരുന്നത്. പരാതികൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് പരിഗണിക്കപ്പെടുക? സ്വാഭാവികമായിട്ടും 7 പേരടങ്ങുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ടീം, അതിൽ 4 ഭൂരിപക്ഷം വനിതാ IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്നതാണ്. അവരാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രകാരം നിരവധി പരാതികൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതും ഇല്ലാതൊക്കെയായിട്ടുള്ള പരാതികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം 11 എണ്ണത്തിൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രീജിത്തിൻ്റെയും സിദ്ദീഖിൻ്റെയും മുകേഷ് MLAക്കും എല്ലാം എതിരായിട്ടുള്ള പരാതിയും ഉൾപ്പെടും. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് പരസ്യമാക്കി നിയമ നടപടികൾക്ക് കടക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതിന് സർക്കാർ ഒരമാന്തവും കാണിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ആരെയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള നിലപാടും ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുന്നില്ല. ഭരണപക്ഷത്തെ MLAക്കെതിരെ പോലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ഗവൺമെൻറ്റാണ് ഇത്. ഇക്കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സർക്കാർ സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുക. രാജ്യത്തിന് തന്നെ മാതൃക എന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഗുസ്തി താരങ്ങളുടെ പരാതി ഉയർന്നു വന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ത് നിലപാടാണ് അതിനെതിരായി സ്വീകരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത കാലത്ത് വിവിധ മേഖലയിൽ സ്വീകരിച്ച നിലപാടും
മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരായിട്ട് നടന്ന കടന്നാക്രമങ്ങളെ ഗവൺമെൻറ് സമീപിച്ച രീതിയും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ വളരെ ഗൗരവപൂർണമായ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് മുകേഷ് രാജിവെക്കണമോ എന്ന ചോദ്യമാണ്. മുകേഷിൻ്റെ രാജിയെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ ഈ സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തി. നാഷണൽ ഇലക്ഷൻ വാച്ച് റിപ്പോർട്ട്, അതാണ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇന്ത്യ രാജ്യത്ത് 16 MP-മാരും 135 MLA-മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. 16 MP-മാരും 135 MLA-മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. അതിൽ BJP 54, കോൺഗ്രസ് 23, TDP 17, ആം ആദ്മി പാർട്ടി 13 എന്നിങ്ങനെ വിവിധ കക്ഷികളിലുള്ളവർ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. അവരാരും MP സ്ഥാനമോ MLA സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ 2 MLA-മാർക്കെതിരായി കേസുണ്ട്. ഒരാൾ ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എടുത്ത നടപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, IB ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. മന്ത്രിമാരായിട്ടുള്ളവർ ആ സ്ഥാനം രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് സ്ഥാനം, അതാണ് മന്ത്രി എന്ന് പറയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെയുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ ഉണ്ടാവാൻ ഇടയുള്ള ഇടപെടൽ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരായി ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവരെ മാറ്റി നിർത്തുക എന്ന കാര്യം ആലോചിച്ചു. കുഞ്ഞാലിക്കുട്ടി ഇത്തരം കേസിൽ പ്രതിയായിരുന്നപ്പോൾ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത്. LDF ഇത് സംബന്ധിച്ചെടുത്ത തീരുമാനവും ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. PJ ജോസഫ്, നീലലോഹിതദാസ് നാടാർ, ജോസ് തെറ്റയിൽ ഇവരെല്ലാം MLA സ്ഥാനം ആരും രാജിവെച്ചിട്ടില്ല. മന്ത്രിമാരായിരുന്ന സന്ദർഭത്തിൽ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത്. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല. അത്തരമൊരു നിലപാട് സാമാന്യ നീതി നിഷേധിക്കുക എന്ന കാര്യത്തിലേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ പ്രതികൾക്ക് അവസരം നൽകണമെന്ന പ്രസ്താവന ശശി തരൂർ നടത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിലുള്ള അനുഭവം കൊണ്ടായിരുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട സമിതികളിൽ അംഗമായി ഇരിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പാർട്ടി കൈക്കൊള്ളുന്നത്. അപ്പോൾ ഇവിടെ ഉന്നതാധികാര സമിതികളിലുള്ള പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.
കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും MLA എന്ന നിലയിൽ നൽകേണ്ടതില്ല. അത് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാട് അതാണ്. നീതി എല്ലാവർക്കും ലഭ്യമാകണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും MLA ആയി എന്നുള്ളതുകൊണ്ട് നൽകേണ്ടതില്ല. ഇതാണ് പാർട്ടിയുടെ അഭിപ്രായം. നീതി എല്ലാവർക്കും ലഭ്യമാക്കണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. അത് ഏത് ഉന്നതനായാലും നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നതാണ് പാർട്ടിയുടെ നയം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തണം. രാജ്യത്ത് തന്നെ മാതൃകയായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും പുറത്തു വന്നതോടെ രാജ്യവ്യാപകമായി ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ ഹേമ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾ രൂപപ്പെടണം എന്ന് തമിഴ്നാട് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനം മാതൃകയാക്കി മറ്റ് സംസ്ഥാനങ്ങളിലും കമ്മിറ്റികൾ രൂപപ്പെട്ട് പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന ആവശ്യമാണ് ഇപ്പോൾ ദേശവ്യാപകമായിട്ട് തന്നെ ഉയർന്നു വരുന്നത്. ബോളിവുഡിൽ ഉൾപ്പെടെ ഇതിൻ്റെ പ്രതിഫലനം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ രംഗത്ത് മാതൃകാപരമായ നടപടിയായി സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇടപെടലിനെ കാണുകയാണ്. വരും നാളുകളിൽ കേരളത്തിൻ്റെ ഈ ഇടപെടൽ മാതൃകാപരമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മലയാള സിനിമ ലോകോത്തരമായ തലത്തിലേക്കാണ് ഉയരുന്നത് എന്നത് നമ്മൾ കാണുന്നു. മലയാള സിനിമ രംഗമാകെ മോശമാണെന്ന് ചിത്രീകരിക്കുന്ന പ്രവണതയും ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടുകയും വലിയ പ്രതിഭകളെ സംഭാവന ചെയ്യുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം. 2024 ജൂൺ 28 എക്കണോമിക്സ് വാരിക ഇന്ത്യയിലെ സിനിമയുടെ ഹബ്ബായി മലയാള സിനിമ മാറുന്നു എന്നതിനെ പറ്റിയുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എണ്ണത്തിലും ഗുണത്തിലും മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ മുന്നിലേക്കാണ് വരുന്നതെന്ന് അന്താരാഷ്ട്ര പ്രസിദ്ധീകരണം പറയുകയാണ്. 2023 200 സിനിമകൾ മലയാളത്തിലുണ്ടായി. ഇത് ഏകദേശം ഹോളിവുഡ് സിനിമകളുടെ എണ്ണത്തിന് തുല്യമാണ്. സിനിമക്കായി ജീവിതം സമർപ്പിച്ച നിരവധി പേരുടെ ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെയാണ് മലയാള സിനിമ വളർന്നു വന്നത്. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ സിനിമാ രംഗം ഏറെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ഒന്നായിരുന്നു. സിനിമകൾക്ക് പ്രേക്ഷകരില്ലാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏതാനും A ക്ലാസ് തിയേറ്ററുകളിൽ മാത്രമാണ് അന്ന് റിലീസിംഗ് ഉണ്ടായിരുന്നത്. വൈഡ് റിലീസിംഗ് നടപ്പിലാക്കണം എന്ന നിർമ്മാതാക്കൾക്കും അതുപോലെ തന്നെ തിയേറ്റർ ഉടമകൾക്കുമുള്ള അവരുടെ ഡിമാൻഡ് യഥാർത്ഥത്തിൽ നടപ്പിലാക്കാനായി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടായിരുന്നു. എല്ലാ ക്ലാസുകളിലും പെട്ട തിയേറ്ററുകളിലും ചിത്രം റിലീസാവുക എന്നത് അംഗീകരിക്കപ്പെട്ട നില വന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള തിയേറ്ററുകളെല്ലാം നവീകരിച്ച് കിഫ്ബി പദ്ധതിയോടുകൂടി അത് ഫലപ്രദമാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു. സർക്കാർ തലത്തിൽ തന്നെ OTT പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് കേരളത്തിലാണ്. മലയാള സിനിമയെ ശക്തിപ്പെടുത്തുകയും തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന നടപടി ഗവൺമെൻറ് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ധാർമ്മികമായി രാജിവെച്ചാൽ ഇപ്പോൾ വളരെ ഗൗരവപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നിയമപരമായിട്ടല്ല, ധാർമ്മികമായി രാജിവെക്കണം എന്നാണ്. ധാർമ്മികമായി രാജിവെച്ചാൽ കുറ്റവിമുക്തമാക്കപ്പെട്ടു കഴിഞ്ഞാൽ ധാർമ്മികമായി തിരികെ വരാനാവില്ല. ധാർമ്മിക നിയമസംഹിത ഇല്ല. ഉള്ള നിയമം തിരഞ്ഞെടുപ്പ് നിയമമാണ്. അപ്പോൾ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയും കുറ്റവിമുക്തനാവുകയും ചെയ്താൽ ധാർമ്മിക നീതി അനുസരിച്ച് തിരിച്ചു വരാനാവാത്ത നിയമ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് നിയമം മാത്രമേ
അക്കാര്യത്തിൽ കൈകാര്യം ചെയ്യാനാവുള്ളൂ എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ധാർമ്മികതയുടെ പേരും പറഞ്ഞ് രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടെ നടക്കുന്ന ഏത് ശ്രമത്തെയും അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. കുറ്റവും ആരോപിതൻ ആയ ആളാണല്ലോ നിയമത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അങ്ങനെ കുറ്റാരോപിതൻ മാത്രമായ ഘട്ടത്തിൽ രാജ്യാവശ്യം അംഗീകരിക്കുന്നില്ല. എന്നാൽ കുറ്റം അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചു മറ്റുള്ള ഇപ്പോൾ കാണുന്ന ഈ മുറവിളിയൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ലെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി, CPM-ൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ്. പവർ ഗ്രൂപ്പ്, അങ്ങനെ CPM-ൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് വി ഡി സതീശൻ്റെ നിലപാട്. ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് AICC മുൻ അംഗം സിമി റോസ്ബെൽ ന്യൂസ് 18 നടത്തിയിട്ടുള്ള ചാനൽ അഭിമുഖത്തെ കൃത്യമായിട്ട് കേൾക്കുകയുണ്ടായി. അവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ മുമ്പിലുള്ളതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. കോൺഗ്രസിലെ യോഗ്യത, നേതാക്കളുമായുള്ള ബന്ധം, അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണം, പ്രീതിപ്പെടുത്താൻ പുറത്തായതുകൊണ്ട്, അതായത് പ്രീതിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം കിട്ടിയില്ല. പ്രീതിപ്പെടുത്തിയാൽ കഴിവും പരിചയവും ഇല്ലാത്തവർക്ക് നേതാക്കളായി മാറാം. കോൺഗ്രസിൽ വനിതകൾക്ക് വളരാൻ സ്പോൺസർമാരെ വേണം. നടക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം. കോൺഗ്രസിൽ പ്രായമായ സ്ത്രീകളെ പരിഹസിക്കുന്നു. കോൺഗ്രസിൽ ലിംഗവിവേചനമുണ്ട്. സിനിമയിലെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ പദം എവിടുന്നാണ് കിട്ടിയതെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് കൃത്യമായി മനസ്സിലായത്. ഇവരുടെ ഇടയിൽ തന്നെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈ പവർ ഗ്രൂപ്പ്. സിനിമയെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പുണ്ട് എന്നാണ് ഈ സിമി റോസ്ബെല്ലിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത്. വിവേചനം നടപ്പിലാക്കുന്നത് പവർ ഗ്രൂപ്പാണ്. അവസാനത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവും ഉണ്ട്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് CPM-ൻ്റെ ഭാഗമായിട്ട് ആരോപിക്കപ്പെടുന്നത് എന്നത് വി ഡി സതീശൻ തന്നെ ഈ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടതിന് ശേഷം വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. പിന്നെ സംഘടനാപരമായ ചില കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുണ്ട്. VP ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവായി. TP രാമകൃഷ്ണൻ LDF കൺവീനർ ചുമതല ഏറ്റെടുക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വേറൊരു പ്രധാനപ്പെട്ട സംഘടനാപരമായ കാര്യം, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ജില്ലാ കമ്മിറ്റി നിർദ്ദേശത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകി. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ള കാര്യം. 24-ാം പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ സമ്മേളനങ്ങളുടെയും സംസ്ഥാന സമ്മേളനങ്ങളുടെയും എല്ലാം ഷെഡ്യൂൾ തയ്യാറാക്കി കമ്മിറ്റി അംഗീകരിച്ചു. നാളെ മുതൽ കേരളത്തിലുടനീളം പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. 30,000-ത്തിലധികം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ നാളെ മുതൽ രാവിലെ ആരംഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. പാർട്ടി അല്ല, അത് സംബന്ധിച്ച് LDF-ന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതി ഉണ്ടായിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത്.
തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത്. അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇനി അതിൻ്റെ മേലൊന്നും വിശദീകരണം നടത്തേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാരണമുണ്ട്. പരിമിതിയുണ്ട്, അതുപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പരിമിതിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിമിതിയില്ല. രാഷ്ട്രീയ പരിമിതിയാണെങ്കിൽ രാഷ്ട്രീയ എല്ലാവർക്കും ബാധകമല്ലേ? നയത്തിലൊന്നും പരിമിതിയൊന്നുമില്ല. എങ്ങനെ? അല്ല, അത് കൂടിക്കാഴ്ചയായിരുന്നു. വീട്ടിലേക്ക് വന്ന് കണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമൊന്നുമല്ല, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ടും അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് പരിശോധിച്ചത്. ഇത്രയും കാലം അതിനെയായിരുന്നു. ആ പരിശോധനയുടെ എല്ലാം ഭാഗമായിട്ട് ആണ് ഒരു നിലപാടിലേക്ക് എത്തിയത്. അതിൽ ഈ രണ്ട് ഭാഗവും കൃത്യമായിട്ട് കാണും. ഒരു നടപടിയില്ല, സംഘടനാ നടപടിയല്ലല്ലോ, സംഘടനാ നടപടിയല്ല ഇത്. കാരണം പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സഖാവ് പി ജയരാജൻ ഇപ്പോഴും സംഘടനാ ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ അംഗമാണ്. അതുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിലുള്ള സംഘടനാ നടപടിയാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിനെപ്പറ്റി മറുപടി കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളിതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. എല്ലാം പരിശോധിച്ചിട്ടാണ് ഈ നിലപാടിലേക്ക് എത്തിയത്. ഈ നടപടിയല്ല, ഈ സംഘടന നടപടിയല്ല, ഈ നിലപാടിലേക്ക് എത്തിയത്. ഏതിന്? അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി അംഗമാണല്ലോ ഇത്രയും കാലം. ഇല്ലില്ല, മാറ്റമൊന്നുമില്ല. അല്ല, ഇന്നലെ സെക്രട്ടേറിയറ്റിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ. അത് നിങ്ങളല്ലേ പറഞ്ഞ വാർത്ത? ഓരോ വാർത്തയുണ്ടാക്കി നിങ്ങൾ കൊടുത്തതല്ലേ? അതൊക്കെ എന്താണെന്നുള്ളതൊന്നും സംഘടനാപരമായിട്ടുള്ള കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. തീരുമാനം നിങ്ങളോട് പറയാം. അതറിയാം, നിങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള രീതിയിൽ വരുത്താനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറുപടി പറഞ്ഞതിൻ്റെ മേലെ ചൊറഞ്ഞു കയറിയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി ഒന്നുകൂടി വായിക്കണോ? വേണോ? വേണ്ട, പിന്നെ വെറുതെ വായിച്ചോണ്ടിരിക്കും. പി കെ ശശിയുടെ മേലുള്ള നടപടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. അതിൽ നിങ്ങളല്ലേ കൊടുത്ത വാർത്ത? എന്നോടായിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അത് ശരിയാണ്. അത് പാർട്ടിയല്ലല്ലോ, അതൊക്കെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ. അതൊക്കെ നമുക്ക് ആലോചിക്കാം. നിങ്ങൾക്ക് എന്തെല്ലാമാണ് ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മളതും കൂടി പരിശോധിക്കാം. അല്ല, അതല്ല പാർട്ടി വിലയിരുത്തുന്നതാണ്. പുറത്ത് പറയേണ്ടത് മാത്രമേ പറയേണ്ടിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങളതിൻ്റെ ഉള്ളിൽ കയറി പല കാര്യങ്ങളും ഒരു ദിവസം ഒന്ന് പറയും, രണ്ടാമത്തെ ദിവസം വേറൊന്ന് പറയും, മൂന്നാമത്തെ ദിവസം വേറൊന്ന് പറയും. നിങ്ങളങ്ങനെ പറയുന്നത് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കും. ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക, അവസാനിപ്പിക്കുക, അത്രയേ ഉള്ളൂ. പാർട്ടിക്ക് അതിനകത്ത് വേറെ പറയാനില്ല. കൊലക്കേസിൽപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയുണ്ടല്ലേ? നിങ്ങൾ അങ്ങനെ എന്ത് വാർത്തയും കൊടുക്കും. നമ്മളെന്ത് ചെയ്യണം? അതേ വാർത്തകൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇന്നലെ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? റിപ്പോർട്ടിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ ചർച്ച ചെയ്തിട്ടേയില്ല. ഇന്ന് കൊല്ലക്കാരെയും കൂടി അഭിപ്രായം കേട്ടിട്ട് തീരുമാനിക്കുക. അങ്ങനെയാണോ സംഘടനാപരമായിട്ട് രീതി? തെറ്റായ പോയിന്റാണ് അതെല്ലാം. അതൊക്കെ നമ്മൾ അതൊന്നും വിശദീകരിക്കാൻ പോകണ്ട, നിങ്ങളതുകൊണ്ട് പറഞ്ഞില്ല മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെയും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇന്നും ചർച്ച ചെയ്തിട്ടുണ്ട്. ശരിയായ ഇന്നലത്തെയോ? ഏത് തെറ്റായ നടപടി? അതെ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയും ചർച്ച ചെയ്തു, ഇന്നും ചർച്ച ചെയ്തു. അതാ ശരിയായത്. അതെ, ഇത്രയാണ്. ഇല്ലില്ല, ഒരാളുമില്ല. ഇല്ല, നമ്മൾ അതിൽ കടന്നു കയറേണ്ട കാര്യമില്ല. അവരെ അടുത്ത റിപ്പോർട്ട് വരുമ്പോൾ വന്നോട്ടെ. ഉണ്ടായിക്കോട്ടെ. ഒരു കാര്യമില്ല.
ആ കണക്ക് കൂടി പറയാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 151 51 വരെ 152 ഈ രണ്ടെണ്ണം കൂടി വരുമല്ലോ. മറ്റേ ഇവിടുത്തെ രണ്ടെണ്ണം കോൺഗ്രസിന് വരുമല്ലോ. കോൺഗ്രസിന് മൊത്തം പറഞ്ഞല്ലോ ഞാൻ നമ്പർ. CPM ഭൂഷണമാണോ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഭൂഷണം അല്ലാത്തത്? എന്താ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്നുള്ളതുകൊണ്ട് എന്താ? അതല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം കുറ്റാരോപിതനായ ഒരാളാണ്. കുറ്റം ആരോപിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നീതി നിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചാൽ ഉണ്ടാകുക. രാജിവെച്ചാൽ ധാർമ്മികമായിട്ട് തിരിച്ചു കിട്ടൂല. അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. നിങ്ങളെല്ലാം ഇങ്ങനെ വളരെ വമ്പിച്ച രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ക്യാമ്പയിൻ നടത്തുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, MLA സ്ഥാനം രാജിവെച്ചാൽ നിയമപരമായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിനനുസരിച്ച് എല്ലാം മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ? ധാർമ്മികമായിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? അതന്നെയാ പ്രശ്നം. അതന്നെയാ എന്താ അഗ്നിശുദ്ധി? അഗ്നിശുദ്ധി വരുത്താണ്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരില്ലല്ലോ. അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പിലൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും പാർട്ടി മെമ്പർഷിപ്പാണ് നിലപാട് സ്വീകരിക്കുക. നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതുണ്ട്. അതൊന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചു. പറഞ്ഞോ. യെസ്. പോലീസിനെതിരെയാണ്, SP-ക്കെതിരെയാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ആളുകൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ADGP MR അജിത്കുമാർ സംരക്ഷിക്കുന്നത് SP പറയുകയും ചെയ്തു. ആവശ്യം പരിശോധിക്കാം നമുക്ക്. എന്താ എങ്ങനെയാ നിലപാട്? ഇപ്പൊ ഇന്നലത്തെ അല്ലേ സംഭവം? ഇന്ന് പരിശോധിക്കാൻ ഇന്നലെ കേട്ടു. നിങ്ങൾ തന്നെ റിപ്പോർട്ടറെ ഞാൻ കൊടുത്തത്. അത് ഞാൻ കേട്ടു. എങ്ങനെയുണ്ട്? അതായത് അത് സംബന്ധിച്ചുള്ള കാര്യം ആവശ്യമായ സമയമെടുത്ത് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടിയാണ്. അതെല്ലാം അതൊന്നും വെറുതെ പറയാണ്. പാർട്ടിക്ക് മേലൊന്നും ഒരാളും വളരില്ല. പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്ക് അപ്പുറം കടക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. അതാണ് പാർട്ടിയുടെ ഒരു നിലപാട്. അല്ലല്ല, അതൊന്നുമല്ല. ഞാൻ കണ്ടു, ഞാൻ പറഞ്ഞില്ലേ അത്. പിന്നെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ റിപ്പോർട്ടർ TV-യിലുള്ള ആ ഇന്റർവ്യൂ കണ്ടു, ആ ചർച്ചയും കേട്ടു. ആ കേട്ടതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു അഭിപ്രായം ഇപ്പം പറയാൻ സാധിക്കുന്നതല്ല. ആവശ്യമായ പരിശോധന നടത്തി വേണ്ട നിലപാട് സ്വീകരിക്കും. അതിനെയാ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ കണ്ടതാണ്, ഞാൻ പറഞ്ഞല്ലോ. ആ വക നിർത്തി. പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നും? അവന് പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഞങ്ങളെല്ലാം പോലീസിനെ വിമർശിക്കുന്നവരല്ല. ആവശ്യത്തിന് വേണ്ടിയേ വിമർശിക്കാൻ പാടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വിമർശിക്കാം. ആ വിമർശനം പാടില്ല എന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അല്ല, അതെല്ലാം സംഘടനാപരമായിട്ട് അവർ നടത്തിക്കോട്ടെ. പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പ്രതിപക്ഷ നേതാവിന് പവർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ സ്ത്രീ പറയുന്നത് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം അവർ പറഞ്ഞത്. കോൺഗ്രസ് MLA-മാർ രണ്ടുപേരും ലൈംഗികാരോപണപ്പെട്ടു. അവർ MLA സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. അവരവർക്കും പറയുന്നത് ശരിയല്ല എന്നൊരു കാര്യം എഴുതിയല്ലോ. പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്തെടുത്ത നിലപാടാണ് നിങ്ങളോട് ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ചത്. അതാണ് പാർട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര് ഇല്ലല്ല, രാജിവെക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറഞ്ഞിരുന്നത്? രാജിവെക്കുന്നത് സംബന്ധിച്ച് ഞാൻ തന്നെ പത്രസമ്മേളനത്തിൽ ഇവിടെ തന്നെ പറഞ്ഞതാണ്. രാജിവെക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസും അവരും തീരുമാനിക്കട്ടെ എന്നാണ് പാർട്ടി എടുത്ത നിലപാട്. ഞങ്ങൾ ആ നിലപാട് വേറിട്ട് എന്തെങ്കിലും കാര്യലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന MLA-മാരുള്ളപ്പോഴും കോൺഗ്രസിനോട് നിങ്ങൾ രാജിവെക്കുന്നില്ല, രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കാണിക്കുന്ന പോലെ കോപ്രായം കാണിക്കുകയല്ല ചെയ്തത്. ന്യായീകരണമല്ല, ഞാൻ വസ്തുതയാ പറഞ്ഞത്. എന്ത് ന്യായീകരണം? അത് പ്രതിയാണ്. എല്ലാവരും പ്രതിയാവുന്നത് കുറ്റാരോപിതമാണ്. കുറ്റം ആരോപിക്കുന്നതാണ്. കുറ്റവാളിയല്ല, കുറ്റം ചെയ്ത ആളല്ല. അതാ കാര്യം.
ഇനി കുറ്റം ചെയ്തു എന്ന് വന്നാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ നിലപാട് സ്വീകരിക്കാം. മനസ്സിലായോ? രണ്ടും രണ്ടാണ്. കുറ്റാരോപണവും അതുപോലെ തന്നെ കുറ്റം ചെയ്തതും രണ്ടും രണ്ടാണ്. കുറ്റം ചെയ്തു എന്ന് വന്നാൽ ഈ പറഞ്ഞ പോലെ ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ കരുവില്ലാണ്ട് ഹേമ കമ്മിറ്റി വെക്കേണ്ട കാര്യമില്ല എന്നാൽ ഇപ്പം പറഞ്ഞു വന്ന ഈ വിവരം മുഴുവൻ വിവരവും ഇനി വരാൻ പോകുന്ന എല്ലാ വിവരവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നതാണ്. അത് ഇതിൻ്റെ അകത്ത് ഉള്ളവരായാലും ഇല്ലാത്തവരായാലും വരാൻ പോകുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി വെച്ചത് ഇന്ത്യയുടെ സിനിമാ രംഗത്തെ സ്ത്രീ പീഡനത്തിനെതിരായിട്ടുള്ള ഒരു പമ്പിച്ച പ്രതിരോധമായി. അതാണ് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി വരാൻ പോകുന്ന ഈ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലും ഉണ്ടാവാൻ പോകുന്ന ഏത് ഇത്തരത്തിലുള്ള പീഡന സമീപനത്തിൻ്റെയും മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരിക്കും. ആര് ഞങ്ങൾ സംരക്ഷിക്കുന്ന പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ ആര് സംരക്ഷിക്കുന്നത്? മുകേഷിനെ. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പത്രക്കാർക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ട് കടന്നാക്രമിക്കാനാണ് ശ്രമം. അതിന് വഴങ്ങാൻ മനസ്സില്ല. അതന്നെ കാര്യം. അതിന് വഴങ്ങാൻ മനസ്സില്ല. മനസ്സിലായില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അത് ഞങ്ങൾ പാർട്ടിയില്ലേ അന്വേഷിക്കുന്നത് നടപടി എടുക്കുന്നത്. പാർട്ടിക്ക് എന്ത് എക്സിക്യൂട്ടീവ് ഒന്നിനും ഒരു എക്സിക്യൂട്ടീവ് ഞങ്ങൾക്ക് ബാധകമല്ല പാർട്ടിക്ക്. ഓ എല്ലാവർക്കും സമരം നടത്താൻ അവകാശമുണ്ട്, ജനാധിപത്യ അവകാശമുണ്ട്. പോരെ? ഒരു നാണക്കേടുമില്ല. ജനാധിപത്യപരമായ അവകാശം ഉപയോഗിക്കുന്നതിൽ എന്ത് നാണക്കേട്? നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തതയില്ലായിട്ടാണ്. നിങ്ങളുടെ മൈൻഡ് ശരിയില്ല. നിങ്ങൾ സമരം ആര് വേണമെങ്കിലും ജനാധിപത്യപരമായ രീതിയിൽ സമരം നടത്താനും മുദ്രാവാക്യം വിളിക്കാനും പ്രക്ഷോഭം സംഘടിപ്പിക്കാനും എല്ലാമുള്ള അവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM. ആ അവകാശം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ തെറ്റായ രീതിയിലും ചിലർ ഉപയോഗിക്കുന്നു. അത്ര കണ്ടാൽ മതി. വരട്ടെ, അവരെ നമ്മൾ ബോധ്യപ്പെടുത്താം. നിങ്ങൾക്കിപ്പം ബോധ്യപ്പെട്ടില്ലേ, അതുപോലെ അവരെയും നമ്മൾ ബോധ്യപ്പെടുത്തിക്കോളും. അറിയില്ല, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവരോടല്ലേ ചോദിക്കുന്നുണ്ട്. അല്ല എൻ്റെ ഞാനങ്ങനെ വിശദീകരിക്കുക. ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. അടുത്ത് CPIM അടുത്ത് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായമോ നിലപാടോ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലോ CPIM നിലപാട് സ്വീകരിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അവരുടെ നിലപാട് പറയുമല്ലോ. ആരോ ആരായാലും ഞാൻ പറഞ്ഞതായത് അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കോളും. പോരെ? അതൊക്കെ ഞങ്ങൾ നല്ല ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വളരെ വേഗം ബോധ്യപ്പെടും, അവർക്ക് നല്ല രീതിയിൽ ബോധ്യപ്പെടും. CP വേറൊരു പാർട്ടി, ഞങ്ങൾ വേറൊരു പാർട്ടി, രണ്ട് പാർട്ടിയല്ലേ ഇത്. അതുകൊണ്ട് ഇടത് മുന്നണി എന്ന് പറഞ്ഞാൽ മുന്നണിയാകെ എല്ലാം ഒരേ രാഷ്ട്രീയ നിലപാടോടുകൂടിയാണോ? രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് വ്യത്യസ്തതയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്താ? അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്. ഇപ്പം അൻവറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവരൊക്കെ പല മേഖലയിൽ നിന്നും വരുന്നവരാണ്. അവരൊക്കെ ശരിയായ ദിശാബോധത്തോടുകൂടി നയിക്കേണ്ട കാര്യം പാർട്ടി വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും. ശരി, നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞു. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ ഉത്തരത്തിൽ എല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട്. എല്ലാം ഉൾച്ചേർന്ന് എല്ലാ കാര്യവും അതിനകത്ത് ചേർന്നിട്ടുണ്ട്. മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. ശരി, ശുദ്ധ മലയാളത്തിൽ. അത് തിരക്കാക്കണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അവർക്കൊക്കെ പരിമിതികളുണ്ട്. ഞങ്ങൾ ആ പരിമിതി മനസ്സിലാക്കുന്നുണ്ട്. അൻവറിനൊക്കെയുള്ള പരിമിതി
അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങളിൽ തിരുത്തേണ്ടതുണ്ടോ, എങ്ങനെയൊക്കെ തിരുത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത് പൊതുവേ ഞങ്ങൾ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതിയെപ്പറ്റി റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഓരോരാൾ എടുത്തിട്ട് പറയാൻ പറ്റുമോ? പൊതുവേ പാർട്ടി നല്ല രീതിയിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ ഏറ്റവും അവസാനം നടന്ന സംസ്ഥാന പഠന ക്യാമ്പ് ഉൾപ്പെടെ. അത് താഴെയും നൽകാൻ കൊടുക്കും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ചോദിച്ചിട്ട് ഓരോരോ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ നിങ്ങൾ പുറത്തുവിട്ട വിവരം ഉൾപ്പെടെ വെച്ചുകൊണ്ട് പാർട്ടി പരിശോധിക്കുന്നല്ലേ പറഞ്ഞത്. കമ്മീഷനൊന്നുമില്ല, ഇത് കമ്മീഷൻ, എല്ലാറ്റിനും കമ്മീഷൻ. ഞാൻ രാവിലെ ആദ്യം മുതലേ പറഞ്ഞ മുഴുവൻ കാര്യം അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ടല്ലേ നടപ്പിലാക്കിയത് ഓരോന്നോരോന്നായിട്ട്. പറഞ്ഞല്ലോ, ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണത്തെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ചല്ലോ. അതല്ലേ തുടങ്ങിയത്, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ നീങ്ങിയത്. അത് നിങ്ങൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പൂത്തി വെച്ചു എന്നുള്ളത്. അതിനാണ് ഞാൻ അന്നും പറഞ്ഞു, ഇപ്പം പറഞ്ഞു, കൃത്യമായ മറുപടി പറഞ്ഞത്. ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള മൂടി വെക്കേണ്ട കാര്യമില്ല. എല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് 24 റെക്കമെൻഡിൻ്റെ ഒപ്പം നിർത്താൻ പറ്റുന്ന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പാർട്ടിയും ഗവൺമെൻറ്റും കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടെന്നാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിൻ്റെ ആമുഖത്ത് തന്നെ വിശദീകരിച്ചത്. നിങ്ങൾ ചോദിച്ചത് കേട്ടിട്ടില്ലേ മറുപടി പറഞ്ഞത്? അതായത് ഓവർറോൾ ചെയ്ത് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിലും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള കാര്യം വെച്ചുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് തീരുമാനിച്ചു പോകുമായിരുന്നു. അതിൽ വ്യത്യാസമൊന്നുമില്ല. വളരെ ലളിതമായ ചോദ്യം ചോദിക്കുമ്പോൾ കുറച്ച് ഒരുമുള്ള ചോദ്യം. ഞങ്ങൾക്കിതിലൊന്നും യാതൊരു പിടിവാശിയില്ല. കോൺക്ലേവ് എന്ന് പറയുന്നത് ഒരു സിനിമ നയം ഞാനത് നേരത്തെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഒരു നയം രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു കമ്മിറ്റിയെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ട്. അവരുടെ അഭിപ്രായം കൂടി ചേർത്തുകൊണ്ട് അത് പൂർണ്ണമായി കഴിഞ്ഞാൽ കോൺക്ലേവ് നടക്കും. കോൺക്ലേവ് നടക്കുമ്പോൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു സമയം. അതിപ്പോൾ എല്ലാവരുമായി ചേർന്ന് ചർച്ച ചെയ്ത് ഒരു ശരിയായ തീരുമാനത്തിലേക്ക് എത്തി. ഇപ്പോൾ മുകേഷിനെയൊക്കെ അത്തരം കമ്മിറ്റി ഒന്ന് ഒഴിവാക്കാൻ നമ്മൾ ആലോചിച്ചല്ലോ. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ആവശ്യമായ സമയമെടുത്ത് തീരുമാനിക്കുകയേ ചെയ്യുള്ളൂ. ധൃതി പിടിച്ച് ഒരു കോൺക്ലേവിലേക്ക് പോകേണ്ട കാര്യമോ അല്ലെങ്കിൽ നയം പ്രഖ്യാപിക്കേണ്ട കാര്യമോ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചില്ല. ഈ കണ്ടീഷൻ എന്നാ കുഴപ്പം? അല്ല, എന്നാ പ്രശ്നം? പരാതി ആയിരിക്കെല്ലാം എതിരായിട്ട് വായിക്കാൻ പരാതി ഒന്നും ഇടാതെ പരാതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പരാതി ഒരു പ്രശ്നമായിരിക്കുക, വില്ലനായിരിക്കുകയാണ്. ആരെങ്കിലും ഒരു കള്ളാസിൽ ഒരു പരാതി കൊടുത്താൽ പരാതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ ശരിയായ രീതിയിലുള്ള പരാതികളാണ് പരിശോധിക്കുക. അല്ലാണ്ട് വെറുതെ തോന്നുന്ന ആരെങ്കിലും എഴുതി കൊടുത്ത ഒരു എഴുതി വെച്ചിട്ട് കാര്യം പരിശോധിക്കാൻ പറ്റുമോ? പിഴയിൽ നടക്കുന്ന ആരെല്ലാം പിഴ അടക്കേണ്ടി വന്നിട്ടുണ്ട്, ആരെല്ലാം ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്തെല്ലാം തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളിൽ പലപ്പോഴും പലതും നടന്നിട്ടുണ്ടാവും. അതെല്ലാം വെച്ചിട്ട് അവരൊന്നും പരിഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് MLA-മാരിൽ എത്ര ആളുകൾക്ക് കൊലക്കേസുണ്ടായിരുന്നു? ആ കൊലക്കേസ് എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലുന്ന കേസൊന്നും ആയിരുന്നില്ല. അതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നങ്ങളാണ്. ഒരുപാട് കേസുണ്ടായിരുന്നു, ഒരുപാട് MLA-മാർക്കുണ്ടായിരുന്നു ഇവിടെയും. അപ്പോൾ അതെല്ലാം ഒരു അയോഗ്യതയായിട്ടാണ്. ഇതിന് മുമ്പല്ല അതെല്ലാം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയുടെ ഭാഗമായിരുന്നു. ഇത്ര കേസ് ഞങ്ങൾ ക്രെഡൻഷ്യൽ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് ഇത്ര കേസിൽ പ്രതി 50 കേസ്, 55 കേസ്, ഇപ്പം നിലവിൽ എത്ര കേസ്, 25 കേസ്, 30 കേസ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നിങ്ങളിതെല്ലാം കൂടി ചേർത്തിട്ട് എന്തോ ഒരു വല്ലാതെ മായാലോകത്ത് കൊണ്ടുപോയി ചെന്ന് നിർത്തിയിരിക്കുകയാണ്. കേസിന്റെ സ്വഭാവം രാഷ്ട്രീയം തന്നെ, വെറുതെ കേസാ. ഇപ്പോഴത്തെ കേസ് തന്നെ അതിനെയാ പറയുന്നു. രാഷ്ട്രീയ കേസ് തന്നെ എല്ലാ കേസും, വേറെ കേസ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാ പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങൾ ഏതെങ്കിലും കേസ് പറഞ്ഞു വെള്ളത്തിലോ? അതങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീയുടെ പരാതിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ നാളെ വേറെ ആ വാർത്ത എടുക്കണ്ട. ഏത് ചാനലില്ല?
ഏതാ ചാനൽ? അല്ല, ഞാൻ ഒന്ന് ചാനലൊന്ന് പറഞ്ഞോളാ. മാതൃഭൂമി. ആ പറഞ്ഞാൽ ഈ നാളെ ആ ചാനൽ കൊടുക്കണ്ട കേട്ടോ. അല്ല, ചാനലിൽ ഈ വാർത്ത കൊടുക്കണ്ട. ഇതാ ചിലപ്പോൾ നാളെ വരിക. ആ, നല്ല ധാരണ വേണം. വെറുതെ ആവശ്യമില്ലാതെ ഏതോ ഒന്ന് ചോദ്യം ചോദിക്കുക. ആ ചോദ്യത്തിന് പണ്ട് ഇറങ്ങിയപ്പോൾ എവിടെ പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞില്ല. ആവശ്യം പരാതികൾ ജെന്യൂനായ പരാതികളെല്ലാം പരിശോധിക്കാൻ ആവശ്യമായ സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിൽ ഭൂരിപക്ഷം സ്ത്രീകൾ ഉൾപ്പെടുന്ന IPS ഉദ്യോഗസ്ഥകൾ ഉൾപ്പെടുന്നതാണല്ലോ ആ കേസിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നത്. അവർ പരിശോധിക്കട്ടെ. ഏത്? ആ, എന്താ അല്ലാതെ സംശയം വന്നെങ്ങനെയാ? അല്ല, സംശയത്തിന് കാര്യമില്ല. ഈ 7 പേരടങ്ങുന്ന ഒരു ടീമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് FIR ഉൾപ്പെടെ വരുമ്പോഴാണല്ലോ കേസിൻ്റെ സമീപനത്തിലേക്ക് എത്തുക. അതൊക്കെ പുറത്ത് വരും. ഞാൻ നേരത്തെ അവരോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വെറുതെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധന ഞങ്ങൾ നടത്തേണ്ടവർക്ക് നടത്താം, പരിശോധിക്കുകയും ചെയ്യാം. ഗവൺമെൻറ് പരിശോധിക്കുമല്ലോ. ഒന്ന് പിന്നെ പരിശോധിക്കാണ്ടിരിക്കുക. ഗവൺമെൻറ് ഇതെല്ലാം പരിശോധിക്കൂലേ? ആ, SP-ൻ്റെ നന്നായിട്ടുണ്ട്. SP-ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. അല്ല, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് പോകണം നമുക്ക് നിലപാട് സ്വീകരിച്ച് പോകാൻ. ശരി, അവസാനിപ്പിക്കാം അല്ലേ? നാളത്തെ ബ്രാഞ്ചിൻ്റെ കണക്കൊന്ന് വിളിക്കാം. ഏത്? നമ്മളിപ്പോൾ 35,000-ലധികം വരുന്ന ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ. ആ 35,000 ബ്രാഞ്ചുകളും ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി ലോക്കൽ സമ്മേളനം വരാണ്. ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ് ലോക്കൽ സമ്മേളനം 2000-ലധികം ലോക്കൽ സമ്മേളനം. അത് കഴിഞ്ഞാൽ നവംബറിൽ ഏരിയ സമ്മേളനം. പിന്നെ ഡിസംബർ ആകുമ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആദ്യ ആഴ്ച ഉൾപ്പെടെയാണ് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നത്. സംസ്ഥാന സമ്മേളനം കൊല്ലത്താണ് നടക്കുന്നത്. 25, 26, 27, 28 ഫെബ്രുവരി 25, 26, 27, 28. അതിൽ അഖിലേന്ത്യാ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പോകണം അത് പൂർണ്ണമായിട്ട് ഫൈനലൈസ് ചെയ്യാൻ. അതെല്ലാം സമ്മേളനം അല്ലേ തീരുമാനിക്കുക. ജനാധിപത്യപരമാണ്, പൂർണ്ണ അടിമുടി. പാർട്ടി സംഘടനയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് ബ്രാഞ്ച് യോഗമാണ്. അത് ബ്രാഞ്ച് കമ്മിറ്റി ഇല്ല, ബ്രാഞ്ച് ഒരു സെക്രട്ടറി ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളതെല്ലാം ലോക്കൽ സമ്മേളനത്തിലേക്ക് ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്നാണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക. ജനാധിപത്യപരമാണ്. അവിടെയും സെക്രട്ടറിയെയും ലോക്കൽ കമ്മിറ്റിയെയും തിരഞ്ഞെടുക്കുന്നത് സമ്മേളനമാണ്. ജനാധിപത്യപരമാണ്. സമ്മേളനത്തിൽ നിന്നാണ് ഏരിയ സമ്മേളന പ്രതിനിധികളെ തീരുമാനിക്കുക. ആ ഏരിയ സമ്മേളന പ്രതിനിധികൾ ചേർന്നുകൊണ്ടാണ് അവിടെ ഏരിയ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുന്നത്. ഏരിയ കമ്മിറ്റി കഴിഞ്ഞ് പിന്നെ സെക്രട്ടറിയെ ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു. അവിടെ നിന്നുള്ള പ്രതിനിധികളെയാണ്, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അടിമുടി പാർട്ടി കോൺഗ്രസ് വരെ പൂർണ്ണമായും ജനാധിപത്യപരമായ രീതിയിലാണ് സമ്മേളന പ്രക്രിയ മുഴുവൻ നടക്കുന്നത്. ശരി.